ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ കഴിഞ്ഞ ജനുവരി സ്റ്റാർട്ടിങ്ങിൽ ചിത്രീകരിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ ഐലൻഡിലുള്ളൊരു കല്യാണമാണ്. ഞങ്ങളെല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും കൂടി കല്യാണം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത് ഐലൻഡിലെ ഒരു റിക്രിയേഷണൽ ആക്ടിവിറ്റീസൊക്കെ നടത്തുന്ന ഒരു ഹോളാണ്. പല ഇവൻറ്റും ഇവിടെ നടക്കും. അങ്ങനെ ഈ കല്യാണം ഇവിടെ വെച്ചാണ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളും ഇങ്ങനെ ഹോളിനുള്ളിലേക്ക് പ്രവേശിച്ചു. വർണ്ണാഭമായ ലൈറ്റിങ്ങിനിടയിൽ വധൂവരന്മാർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ. ഇതാ നോക്കിക്കേ, നല്ല ചുമന്ന പരവതാനിയും വിരിച്ചുള്ള സ്ഥലത്തിൽ കൂടെയാണ് ഇങ്ങനെ വധുവരന്മാർ കയറിപ്പോയെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരെല്ലാം സൈഡിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. എൻട്രൻസിൽ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ അവരുടെ പേരൊക്കെ എഴുതി ക്യാൻഡിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ. ഫോട്ടോഷൂട്ട് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നു വധുവരന്മാർ. മുസ്ലിം മതാചാരപ്രകാരമുള്ള ഒരു മാര്യേജ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് റിസപ്ഷൻ ആണെന്ന്. വേറെ എന്തെങ്കിലും റിലീജിയൻ വൈസുള്ള വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ റിസപ്ഷൻ മാത്രമാണുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാവരെയൊക്കെ നോക്കിയൊക്കെ നിൽക്കുകയാണ്. ഈ കാണുന്ന ഡാൻസുകാർ ഇവിടുത്തെ ട്രഡീഷണൽ ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. ആ ട്രഡീഷണലായിട്ട് ചെയ്യുമ്പോൾ ഇവരൊരു വൈറ്റ് ടീഷർട്ടും ഷർട്ടും അല്ലെങ്കിൽ മുണ്ടുമാണ് ഡ്രസ്സ്. ഇതിപ്പോൾ പാൻറ്റും വൈറ്റ് ഷർട്ടുമാണ് ഇട്ടേക്കുന്നത്. നമ്മൾ കുറച്ച് നേരം എന്നാൽ പിന്നെ ആ ഡാൻസ് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് താല്പര്യമുള്ളവർക്ക് അവരുടെ കൂടെ പോയി നിന്ന് ഫോട്ടോ എടുക്കാം. പക്ഷെ ഞങ്ങളിങ്ങനെ നിൽക്കണം, നീണ്ട ക്യൂ ആണ്. അങ്ങനെ ഈ സൈഡിൽ ഡാൻസ് തുടങ്ങി. കൂടെയും കുറച്ച് കുട്ടികളും മുതിർന്നവരും ഒക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അവർ ട്രഡീഷണൽ സോങ്ങൊക്കെ ചെയ്തുകൊണ്ട് ആ സൈഡിൽ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ഫുഡിൻ്റെ ഏരിയയിലേക്ക് പോയി. പൊതുവെ നമ്മൾ കല്യാണത്തിന് മുമ്പ് മെയിനായിട്ട് പോകുന്ന സ്ഥലമാണല്ലോ. എന്നാൽ ഇവിടുത്തെ ഫുഡിങ് തീർത്തും വ്യത്യസ്തമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് ബിരിയാണിയോ അങ്ങനെ സദ്യയൊന്നുമല്ല, എല്ലാം സ്നാക്സാണ്. ഫിഷ് കണ്ടൻറ്റുകളാണ് കൂടുതലും ഉള്ളത്. പിന്നെ മധുരമുള്ള സ്വീറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. കേക്കൊക്കെ വളരെ ചെറിയ പീസാണ്. എന്തായാലും എഗ്ഗ് കമ്പൽസറി ആണെന്ന് തോന്നുന്നു. എഗ്ഗ് ഉണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മറു സൈഡിൽ തീരുന്നതനുസരിച്ച് അവരിത് റീഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മളും ഇങ്ങനെ ഒരു ഡിസ്പോസബിൾ പ്ലേറ്റ് എടുത്ത് ക്യൂ നിന്ന് ഫുഡ് ഇങ്ങനെ എടുക്കുകയാണ്. ഓൾമോസ്റ്റ് കേക്കും ഡോണട്ടും അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ എല്ലാം വറുത്തതും പൊരിച്ചതും എല്ലാം അതിനുള്ളിൽ മീനാണ്. അതൊക്കെ എടുത്തു. ഇനി നമുക്ക് ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിച്ച്. ഇപ്പോഴും ക്യൂ നിന്നിട്ടില്ല. കാണോ, ഈ കാണുന്ന ക്യൂ നമ്മുടെ നാട്ടിലെ പോലെ വിവാഹത്തിന് സമ്മാനം കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോലെ ഗിഫ്റ്റുകളേക്കാൾ കൂടുതലും പൈസയാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാവരും കൊടുക്കുന്നത്. എല്ലാവരും കൈ കവറുകളുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്നാക്സിനുള്ള ജ്യൂസും മൈലോയും ബ്ലാക്ക് ടീ ഒക്കെ ആയിട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ദൂരെ നിന്നിങ്ങനെ കാണണം. ഇപ്പോൾ ഫാമിലി മാത്രമാണുള്ളത്. ഓൾമോസ്റ്റ് എല്ലാവരും പോയി ഹായ് ബൈ പറഞ്ഞിട്ട് നമ്മൾ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. വധൂവരന്മാർക്ക് ഞങ്ങൾ വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തിരിച്ചു പോകുന്നു. ഇതൊരു നല്ലൊരു ദിവസമായിരുന്നു അന്ന്.